ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടോപ്പാണ് തയ്ക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു തുണിയിലാണ് തയ്ക്കുന്നത് കേട്ടോ. ഇതുപോലെ ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് മാർക്ക് കൊടുക്കുന്നത്. അളവ് വെച്ചിട്ട് ഇതുപോലെയും തയ്ക്കുക, അല്ലെങ്കിൽ നമ്മൾ ടേപ്പ് വെച്ചിട്ട് അളന്നെടുത്തും തയ്ക്കുക കേട്ടോ. ഇത് കുറച്ചുകൂടെ എളുപ്പമാണ്. അതായത് കറക്റ്റായിട്ടുള്ള മാർക്ക് കൊടുക്കണം. അതിൻ്റെ തുണീൻ്റെ നമ്മൾ തയ്ച്ചിട്ടുണ്ടല്ലോ ആ ഭാഗങ്ങൾ കറക്റ്റായിട്ടുള്ള മാർക്ക് കൊടുക്കും. ഇതാണ് എക്സാക്റ്റ് അളവ്. നമ്മളൊരു 2 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ മാർക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കണ്ടോ. ഹിപ്പിൻ്റെ അവിടെ മാർക്ക് കൊടുക്കുക. നമ്മളിപ്പോൾ 2.5 അതിൻ്റെ നെക്ക്, 5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത്. ഇപ്പോൾ അളന്നെടുക്കുകയാണെങ്കിൽ ഒരു 36 ആകുമ്പോൾ 4 ഭാഗം മാർക്ക് കൊടുക്കുക കേട്ടോ. അളന്നെടുക്കുകയാണെങ്കിൽ ഹിപ്പ് നമുക്ക് 38 വരുന്നുണ്ട്, അതിൻ്റെ 4 ഭാഗം മാർക്ക് കൊടുക്കുക. നമുക്ക് ബാക്ക് നെക്ക് വിഡ്ത്ത് 7 വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഡെപ്ത്ത് ഷോൾഡർ നമ്മൾ 7 എടുക്കുന്നത്. അതുപോലെ ആം ഹോള് 6.5 എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഫ്രണ്ട് പീസ് ബാക്ക് പീസിൻ്റെ നെക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. പിന്നെ ഇതുപോലെ സ്ലീവിൻ്റെ ബാക്കി കട്ടിങ് പീസിൽ സ്ലീവ് ഇതുപോലെ ഒന്ന് മാർക്ക് കൊടുക്കുക കേട്ടോ. എക്സാക്റ്റ് അളവും 2 ഇഞ്ചോ 1.5 ഇഞ്ചോ നിങ്ങൾ എക്സ്ട്രാ എടുക്കണം സ്റ്റിച്ചിങ് അലവൻസിന് വേണ്ടിയിട്ട്. ഇത് അതുപോലെ ഒരു ഷേപ്പ് കൊടുക്കുക കണ്ടോ. നമ്മളിതുപോലെ വെട്ടിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് നോക്കിയിട്ട് വെട്ടിയെടുക്കണം കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് ഒന്നും മേലെയും താഴെയും പോകാൻ പാടില്ല. അത് നോക്കിയിട്ട്, അല്ലെങ്കിൽ ഓരോ സ്ലീവായിട്ട് വെട്ടിയെടുത്താലും മതി കേട്ടോ. നമ്മൾ 4 മടക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഡിസൈൻസ് തലകീഴായിട്ട് മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് വെട്ടിയിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്ന് വെച്ചാലും മതി കേട്ടോ. ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ ബോഡി പാർട്ട് ഉണ്ടല്ലോ, അത് സെയിം അളവാണ്. നെക്ക് മാത്രം നമുക്കതിൽ ഡിഫറൻസ് വരുന്നുള്ളൂ. നെക്കിൻ്റെ ആഴം അതൊക്കെയാണ് വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെക്കാൻ പാടില്ല, ഇങ്ങനെ വെച്ച് കൊടുക്കണം. തിരിച്ച് വെച്ച് കൊടുക്കണം. തിരിച്ച് വെച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് ആം ഹോൾ ഒരു കുഴിച്ച് വെട്ടുക. ഒരു 1/2 ഇഞ്ചോളം നമ്മൾ കുഴിച്ച് വെട്ടുക. നമ്മുടെ കക്ഷം പിടിക്കാതിരിക്കാനാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ലൈനിങ് തന്നിരിക്കുന്നത്. നമ്മളതിനെ 2 ആക്കിയിട്ട് വായിക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. മെഷീനിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു സൂചി നൂലും എടുത്തിട്ട് ഓരത്തോടെ ഇങ്ങനെ കോക്കിട്ട് കൊടുക്കുക എന്ന് പറയും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പാണ്. ഇതാണ് നമ്മൾ ക്യാൻവാസിൽ വെട്ടി വെച്ചിരിക്കുന്ന നെക്ക് കേട്ടോ. ഇത് ബാക്കാണ്. ആദ്യം തന്നെ നമ്മൾ നെക്ക് മാർക്ക് കൊടുത്താൽ മതി, വെട്ടരുത് കേട്ടോ തുണിയിൽ. അതുപോലെ ഞാൻ ഇതേപോലെ ചെയ്തിരിക്കുന്ന ഫ്രണ്ടും ബാക്കും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. കറക്റ്റായിട്ട് ഷോൾഡർ അളവ് മാത്രം മാർക്ക് കൊടുക്കുക. നെക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതുപോലെ ക്യാൻവാസിൽ നമ്മൾ അടിച്ചെടുക്കുകയാണെങ്കിൽ നെക്ക് ഡീസൻ്റായിട്ട് വരും. ഉള്ളിൽ നമ്മൾ ലൈനിങ് കൊടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടിച്ച് വെട്ടിക്കളഞ്ഞതിന് ശേഷം ഇടയിലിടയിൽ ഓരോ വെട്ട് കൊടുക്കണം. എങ്കിലേ അത് നന്നായിട്ട് നീറ്റായിട്ട് തിരിഞ്ഞു വരുള്ളൂ കേട്ടോ. അവിടെ ഓരോ വെട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ക്യാൻവാസിൽ. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചിട്ട് മുകളിലൂടെ ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ മാർക്ക് കൊടുത്ത്
എന്താ പറയുക, നന്നായിട്ട് വിടർത്തി വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് മുകൾ വശത്തൂടെ ഒരു സ്റ്റിച്ച് അടിച്ചാലും മതി കേട്ടോ. അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഈ ക്യാൻവാസിനെ ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. ഇതിൽ പ്രത്യേകിച്ച് വേറെ ഡിസൈനൊന്നുമില്ല. ഫ്രണ്ടും ബാക്ക് റൗണ്ടാണ്. ഫ്രണ്ട് തിരിച്ചറിയാനായിട്ട് നെക്കിൻ്റെ ഭാഗമുണ്ടല്ലോ, അത് കുറച്ച് ചെറിയ അളവാണ്, ബാക്ക് കുറച്ച് ആഴമുള്ളതാണ്. എങ്കിലും നമ്മൾ ഫ്രണ്ടിൽ 2 ബട്ടൺ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ തുണിയൊന്നും ഇല്ല, അതിൽ കുറച്ച് തുണിയുള്ളൂ, അതുകൊണ്ട് അത് വെച്ചിട്ടാണ് ടോപ്പ് തയ്ക്കുന്നത്. ഒരു ടക്ക് കൂടെ ബാക്കിൽ പിടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ മാർക്ക് ചെയ്യുക. മേലെന്ന് താഴോട്ട് ഒരു 9 ഇഞ്ച് മാർക്ക് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഒരു 4 ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്ക് കൊടുക്കുക. ഒരു 9 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ ഒരു 2 ഇഞ്ചോളം നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൽ ചുരുക്കം വരില്ല. ബാക്ക് നല്ല കാണാനൊരു ഭംഗിയുണ്ടാവും, അതിനാണ് ബാക്കിൽ 2 ടക്ക് കൊടുക്കുന്നത്. ഫ്രണ്ടും അതുപോലെ തയ്ച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ 2ൻ്റെയും ഹെമ്മിങ് ചെയ്യണം കേട്ടോ. നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴി വെട്ടിയിട്ടുണ്ടല്ലോ, അത് ഫ്രണ്ട് ഭാഗത്തേക്ക് വരണം കേട്ടോ. ഷോൾഡർ ജോയിൻ ചെയ്യുക, എന്നിട്ട് സ്ലീവ് വെച്ച് കൊടുക്കുക. ഫ്രണ്ട് നമ്മൾ കുഴിച്ചു വെട്ട, നമ്മൾ ബോഡി ഷേപ്പിലും ഒരു 1/4 ഇഞ്ച് കുഴിച്ചു വെട്ട, അല്ലെങ്കിൽ കയ്യിലും കുഴിച്ചു വെട്ട കേട്ടോ. ഇതുപോലെ നമ്മൾ ചെസ്റ്റിൻ്റെ അളവൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം ചെസ്റ്റ് ഇതൊക്കെ അടയാളപ്പെടുത്തുക. എന്നിട്ട് സൈഡൊന്ന് ക്ലോസ് ചെയ്യുക. ഇത്രേ ഉള്ളൂ പരിപാടി. ഫ്രണ്ടിൽ ഞാൻ 2 ബട്ടൺ കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.